ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ന്യൂ ഇയർ കഴിഞ്ഞ ആഴ്ചയിൽ ആരംഭിച്ചതൊരു വൊളാട്ടിലിറ്റിയോട് കൂടിയാണ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അമേരിക്കൻ മാർക്കറ്റുകൾ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്ത് തന്നെ വളരെ വീക്കായിട്ടായിരുന്നു. അതേസമയം വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ നല്ല റിക്കവറി നേടിയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമ്മൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിലും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡ് ഓയിൽ വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. സിൽവർ വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ വീക്ക് ടു വീക്ക് സ്വല്പം വീക്കായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വീണ്ടും എൻവിഡിയ വെള്ളിയാഴ്ച മുന്നേറിയിട്ടുണ്ട്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.54 ട്രില്യൺ ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ സ്വല്പം താഴെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ള $243.36 പെർ ഷെയറാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.68 ട്രില്യൺ താന്നിരിക്കുകയാണ്. $3.92 ട്രില്യൺ വരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നിരുന്നു, പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ്. വെള്ളിയാഴ്ച വീണ്ടും ടെസ്ല മുന്നേറിയിരിക്കുകയാണ്. ടെസ്ലയുടെ 2024 സെയിൽസ് ഫിഗേഴ്സ് വന്നതിന് ശേഷം സ്വല്പം സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളിയാഴ്ച അറൗണ്ട് 8.2% ബെറ്റർ ആയിട്ട് ടെസ്ലയും ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ അമേരിക്കയിൽ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചൈനീസ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് ചൈനീസ് മാർക്കറ്റിൽ കണ്ടത്. ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. സ്റ്റിമുലസ് അനൗൺസ്മെൻറ്റ് വൈകുന്നു, അതുപോലെ തന്നെ ഗ്ലോബൽ റിക്കവറി, ചൈനീസ് എക്കണോമി താഴെ പോകുന്നു, ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് പൊതുവെ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മെറ്റൽ സ്റ്റോക്കുകളിലും കണ്ടിരുന്നു. മെറ്റൽ സ്റ്റോക്കുകളൊന്നും തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ മെറ്റൽ റിലേറ്റഡ് കമോഡിറ്റികളൊന്നും തന്നെ മുന്നേറിയിട്ടില്ല. അതോടൊപ്പം തന്നെ ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനും കൂടി വന്നിട്ടുണ്ട്. അത് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഗ്ലോബലി ഉണ്ടാക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ്. എന്നിരുന്നാലും പല ചാനലുകളും പല ന്യൂസ് ഫ്ലോസ് ഒക്കെ കാണിക്കുന്നത് വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ഫ്ലോസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ പറയുന്നത് ഇതൊക്കെ സാധാരണ രീതിയിൽ കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഫ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസമൊന്നും ഇല്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ പുറത്തിറക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റേതായ ചെറിയ വൊളാട്ടിലിറ്റിയൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസുകൾ 2024 നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലാണ് ഫ്ലൂ അതുപോലെ തന്നെ ഡിസീസൊക്കെ ഫ്ലെയറപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് പൊതുവെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനികളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് ഇന്ത്യയിലത്തെ ഗവൺമെൻറ്റിൻ്റെ പല ആക്ഷൻസും ഗവൺമെൻറ് 12 മാസത്തേക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് പൊതുവെ MSME സെഗ്മെൻറ്റിലെ ചെറിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫാർമ സ്റ്റോക്കുകളിലൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ ഓർഡറൊക്കെ പ്ലൈവുഡ് അതുപോലെ തന്നെ MDF മാനുഫാക്ചേഴ്സൊക്കെ അഗ്രി ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിഫോം മെഷേഴ്സ് അതാത് സെക്ടറുകൾക്കൊക്കെ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ട് പല കമ്പനികളും
Q3 ഗൈഡൻസും അതുപോലെ തന്നെ മറ്റു ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ പുറത്തു വിട്ടു തുടങ്ങിയിരുന്നു. ഡിമാർട്ടാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് FMCG സെക്ടറിൽ നിന്ന് എക്സലൻറ്റ് ഫിഗേഴ്സ് പുറത്തു വിട്ടിരുന്നത്. 11.5% ബെറ്റർ ആയിട്ടാണ് ഡിമാർട്ട് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റ് FMCG കമ്പനികളും ഇത്തരത്തിലുള്ള ഡാറ്റ പുറത്തു വിടുകയാണെങ്കിൽ പൊതുവെ FMCG സെഗ്മെൻറ്റിലുണ്ടായിട്ടുള്ളൊരു ലാഗിങ് മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ L&T ഇപ്പോൾ ഓർഡർ ബുക്ക് 5 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. 5 ലക്ഷം കോടി രൂപയുടെ ഓർഡറാണ് L&Tയുടെ കയ്യിലുള്ളത്. അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ L&T വലിയ രീതിയിൽ ഓർഡേഴ്സ് ഭാഗ്യമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റിലത്തെ ഓർഡർ ഫ്ലോ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് L&Tക്കാണ്. സൗദി അറേബ്യ 2034 വേൾഡ് കപ്പും കൂടി ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. 15 സ്റ്റേഡിയമാണ് അവിടെ പുതുതായിട്ട് നിർമ്മിക്കേണ്ടത്. L&Tക്ക് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ L&Tനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ശിവ ടെക്സിയാൻ ലിമിറ്റഡ് കോയമ്പത്തൂരിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. കോട്ടണിയാണ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഡിഫൻസിൽ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളൊരു കമ്പനിയും കൂടിയാണ്. L&T ഫിനാൻസിൻ്റെ Q3 അപ്ഡേറ്റ് വന്നിരുന്നു. 23% റീറ്റെയിൽ ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത്. അത് മേജറായിട്ട് അർബൻ ഏരിയയിൽ നിന്നാണ് ഈ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് L&T ഫിനാൻസിനെ സംബന്ധിച്ച് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അൽപെക്സ് സോളാർ എനർജി രംഗത്തുള്ളൊരു കമ്പനിയാണ്. ധാരാളം പോസിറ്റീവ് ന്യൂസ് അൽപെക്സ് സോളാറിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ഗവൺമെൻറ് ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്റ്റൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ് ഗവൺമെൻറ്. ഇതിലത്തെ പല വിവരങ്ങളും സൂചിപ്പിക്കുന്നത് 3 വർഷമാണ് ഇ കോമേഴ്സ് അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കൊക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പ്രൊവൈഡഡ് ഡാറ്റ ഇൻഡിവിജ്വൽ 3 വർഷം ഈ കോമേഴ്സ് സൈറ്റുകളിൽ കൂടി ഒന്നും ഒരു ഡീലിങ്ങും നടത്തിയിട്ടില്ലെങ്കിൽ 3 വർഷത്തിന് ശേഷം ഈ ഡാറ്റയൊക്കെ റിമൂവ് ചെയ്ത് കളയണം. തീർച്ചയായിട്ടും പേഴ്സണൽ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്റ്റുകളും വരികയാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഡിജിറ്റൽ യൂസേജിൽ ഒരു സേഫ്റ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് പ്രോട്ടിയാൻ ഇ ഗവർണൻസ്, ക്യാംസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടഫ് മെഷേഴ്സും ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ആ ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളായിട്ട് അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഏജൻസികളൊക്കെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. NTPC ഗ്രീൻ എനർജി വീണ്ടും ഒരു 1000 മെഗാവാട്ടിൻ്റെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നാണ്. കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റിങ്ങിന് ശേഷം ഓർഡർ ബാഗിങ് ന്യൂസ് ഉള്ളൊരു കമ്പനിയാണ് NTPC ഗ്രീൻ. NTPCയുടെ ഒരു ഗ്രീൻ എനർജി ആമാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. ആംഫി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് കാറ്റഗറൈസേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ലാർജ് ക്യാപ്പ് കാറ്റഗറൈസേഷൻ്റെ സൈസ് 1 ലക്ഷം കോടി രൂപയാക്കിയിരിക്കുകയാണ്. പുതുതായിട്ട് 11 സ്റ്റോക്കുകളാണ് ലാർജ് ക്യാപ്പ് കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്നത്. ഒന്ന് ഹ്യുണ്ടായി ഉണ്ട്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, NTPC ഗ്രീൻ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, അതുപോലെ തന്നെ CG പവർ ഉണ്ട്, RVNL ഉണ്ട്, ICICI പ്രുഡൻഷ്യൽ ഉണ്ട്, പോളിക്യാബ് ഉണ്ട്, ഇൻഡസ് ടവർ ഉണ്ട്, ക്യുമിൻസി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോ എഡ്ജ് ഒക്കെ ഉണ്ട്. ആംഫിയുടെ കാറ്റഗറി പ്രകാരം ഈ ലാർജ് ക്യാപ്പിലാണ്. 33,200 കോടി മുതൽ 1 ലക്ഷം കോടി വരെയാണ് മിഡ് ക്യാപ്പ് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ളത്. അറൗണ്ട് 150ഓളം കമ്പനികളാണ് ഇതിലുള്ളത്. മിഡ് ക്യാപ്പ് കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത് വാരി എനർജീസ്, അതുപോലെ തന്നെ പ്രീമിയർ എനർജീസ്, അതുപോലെ തന്നെ ഒല ഇലക്ട്രിക്കൽസ്, അതുപോലെ തന്നെ ഈ വിശാൽ മെഗാമാർട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെയാണ്. ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രം തന്നിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് സബ്സ്ക്രൈബേഴ്സിന് വളരെ ഫാബുലസ് ആയിട്ടുള്ള ഒരു സ്കീമും കൂടി അവതരിപ്പിക്കുകയാണ്. ATM കാർഡ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ EPF സെറ്റിൽമെൻ്റ് ഒക്കെ കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരുപക്ഷെ
ഒരുപക്ഷെ ലോണൊക്കെ എടുക്കുന്ന അവസരങ്ങളിൽ ATM കാർഡിൽ കൂടെ വിഡ്രോ ചെയ്യാനുള്ളൊരു സൗകര്യം കൊണ്ടുവരികയാണ്. ഇപ്പം നോർമലി 10-12 ദിവസം എടുക്കുന്ന കാര്യമാണ്. അത് ATM വിഡ്രോവലൊക്കെ ഫെസിലിറ്റി ഡിജിറ്റലൈസേഷൻ കൊണ്ട് വരികയാണെങ്കിൽ ക്വിക്കായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ EPF സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മൾ ഗ്ലോബലി 2024 IPO ഇഷ്യൂസ് നോക്കുകയാണെങ്കിൽ NSE ആണ് മുന്നിട്ട് നിൽക്കുന്നത്. 268 IPOs ആണ്. 90 മെയിൻ ബോർഡ് IPO അതുപോലെ തന്നെ 178 SME IPO ആണ് ഗ്ലോബലി NSE ലോഞ്ച് ചെയ്തിരുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടോട്ടൽ ഇന്ത്യയിൽ $20.5 ബില്യൺ ആണ് 2024 IPOയിൽ കൂടി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 1145 IPOs ആണ് ഗ്ലോബലി ഉണ്ടായിരുന്നുള്ളൂ. 2023 1271 ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ നമ്മുടെ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ NSE അതുപോലെ തന്നെ BSE CDSL ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഡിഫൻസ് റിലേറ്റഡ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. പ്രെഫറൻഷ്യൽ ഇഷ്യൂ അലോട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രെഫറൻഷ്യൽ ഇഷ്യൂ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇഷ്യൂവിന് ശേഷം മുന്നേറാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഈ ഇഷ്യൂവിന് മുമ്പും ഒരുപക്ഷെ ഇഷ്യൂവിന് ശേഷമൊക്കെ നല്ല രീതിയിൽ കാണാനുള്ള സാധ്യതകളുണ്ട് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൽ. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ IPO രംഗത്ത് പുതുതായിട്ട് 2025 ആരംഭിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ള IPOs ഒക്കെ ഉണ്ട്. ഇപ്പോൾ IPO ഓപ്പൺ ആയിട്ട് ഉള്ളൊരു IPO നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന IPOs ഒക്കെ ഉണ്ട്. നമ്മൾ SME സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ BSE SME സെഗ്മെൻറ്റിൽ ഫാബ് ടെക് എന്ന് പറയുന്ന ഒരു IPO ഉണ്ട്. 85 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. 7-ാം തീയതി ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി 19.8 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമേശ്വർ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഇത് നാളെ ക്ലോസ് ചെയ്യാണ്. 61 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 45.09 ടൈംസ് ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്. നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ഈ 2 IPOസിലും വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ ബോർഡ് IPO ഓപ്പൺ ചെയ്യുന്ന IPOs ഉണ്ട്. 7-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന IPOസിൽ മേജറായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അറ്റൻഷൻ കൊടുക്കാവുന്ന ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക്നോളജീസ് ആണ്. റെയിൽവേ റിലേറ്റഡ് അതുപോലെ തന്നെ EV റിന്യൂവബിൾ എനർജി റിലേറ്റഡ് പ്രൊഡക്റ്റുകളാണ്. കവചിന് വേണ്ടിയിട്ട് അവർ വളരെ പുതിയതായിട്ടുള്ളൊരു ട്രെയിൻ കൺട്രോൾ ആൻഡ് സിഗ്നലിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റെയിൽവേയുടെ ഒരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂ നല്ല രീതിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. ക്വാഡ്രന്റ് ഫ്യൂച്ചർ ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത് 290 രൂപയാണ്. 50-60% അല്ലെങ്കിൽ ഒരു പക്ഷേ 70-75% ഒക്കെ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. 7-ാം തീയതി ഓപ്പൺ ചെയ്ത് 9-ാം തീയതിയാണ് ഈ ഇഷ്യൂ ക്ലോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു നല്ലൊരു IPO ആണ്. മെയിൻ ബോർഡിൽ വരുന്ന ഒരു IPO ആണ് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ്. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് അതുപോലെ തന്നെ കെമിക്കൽ രംഗത്തൊക്കെ സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. നമ്മൾ NSE 500-ലുള്ള 80 ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽ കമ്പനികളിലെ 30 കമ്പനികളും ഈ കമ്പനിയുടെ ക്ലയൻറ്റുകളാണ്. തീർച്ചയായിട്ടും ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇഷ്യൂ ആണ്. 140 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. ഈ ഇഷ്യൂവിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ IPOയിലും അപ്ലൈ ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ NSE SMEയിൽ ഒരു IPO ഓപ്പൺ ആവുന്നുണ്ട്. ഡെൽറ്റ ഓട്ടോ കോർപ്പാണ്. EV 2 വീലർ 3 വീലർ രംഗത്തുള്ളൊരു കമ്പനിയാണ്. നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നൊരു കമ്പനിയാണ്. 2016 തുടങ്ങി
തുടങ്ങി നല്ല രീതിയിൽ ഡെൽറ്റിക് എന്ന ബ്രാൻഡിൽ 3 വീലറും അതുപോലെ തന്നെ 2 വീലേഴ്സൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഇഷ്യൂവിൻ്റെ മാർക്കറ്റിലോട്ടെന്ന് പറയുന്ന 1000 130 ഇഷ്യൂ പ്രൈസ് വരുന്നത്. NSE SMEയിലാണ്. അപ്പോൾ SMEയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ IPOയിൽ നല്ല ഗെയിൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും NSEയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നോക്കുക, മാർക്കറ്റിലോട്ട് 1000 അല്ലെങ്കിൽ ചില ഇഷ്യൂവിൽ 2000 വരാം. ചെറിയ പ്രൈസിനുള്ള ഇഷ്യൂ വരികയാണെങ്കിൽ 10,000 വരാം. അപ്പോൾ ഇതിൽ റിസ്ക് ഒക്കെ ഉണ്ട്, ലിക്വിഡിറ്റി ഒക്കെ കുറവായിരിക്കും. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ 2024 ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് 100%, 150% അല്ലെങ്കിൽ മൾട്ടി ബാഗർ ഗെയിൻസ് ഒക്കെയാണ് 90% SME IPOസും ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള IPOകൾ വാച്ച് ചെയ്തുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള IPOയിലും അപ്ലൈ ആവുന്നതാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം കമ്പനികൾ ബോണസ് ഡീമർജറൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കീറ്റെക്സ് 2:1 ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിരുന്നു. അതായത് 100 ഷെയർ ഉണ്ടെങ്കിൽ 200 ഷെയർ ബോണസ് ലഭിക്കും. തീർച്ചയായിട്ടും ഈ ബോണസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. ബോണസ് കഴിയുമ്പോഴേക്കും അവർ തെലങ്കാന പ്ലാന്റിൻ്റെ ഇനാഗറേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എക്സ്പാൻഷൻ പ്ലാനുകൾ, അതുപോലെ തന്നെ Q3 റിസൾട്ടുകളൊക്കെ വരും. അതിനുശേഷം ഒരു അപ്വേർഡ് മൊമെൻ്റ് കാണാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് കേരളത്തിൽ നിന്നുള്ള കീറ്റെക്സ് ലിമിറ്റഡ്. സിമൻസ് ലിമിറ്റഡ് അടുത്ത ഡീമർജർ കാൻഡിഡേറ്റ് ആണ്. 1:1 റേഷ്യോ വരുന്നത്. സിമൻസ് എനർജി ആയിട്ടാണ് ഒരു കമ്പനി ഡീമർജ് ചെയ്യാൻ പോകുന്നത്. ഇതും ലോങ് റണ്ണിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള ഗെയിൻ നേടിക്കൊടുക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ കീറ്റെക്സിൻ്റെ ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റും അതുപോലെ തന്നെ സീമെൻസിൻ്റെ ഡീമർജർ റെക്കോർഡ് ഡേറ്റും ഒക്കെ എപ്പോൾ വേണമെങ്കിലും അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ ഈ സ്റ്റോക്ക് പ്രൈസസിലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ക്വസ്റ്റ് കോർപ്പറേഷൻ ഓൾറെഡി ഡീമർജർ അനൗൺസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. 3:1 100 ഷെയർ ഉള്ളവർക്ക് അത് 300 ഷെയറായിട്ട് 3 കമ്പനിയായിട്ട് മാറുകയാണ്. ഈ കമ്പനിയുടെയും റെക്കോർഡ് ഡേറ്റ് ഒക്കെ ഏത് നിമിഷവും അനൗൺസ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ആഴ്ച തുടങ്ങാൻ പോകുന്നതും വീണ്ടും ഒരു വോളാറ്റിലിറ്റിയോട് കൂടി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് Q3 റിസൾട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ February 1 ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഗ്ലോബൽ ഇഷ്യൂസ് ആണ് ഇന്ത്യൻ മാർക്കറ്റിലൊരു വൊളാറ്റിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ഉള്ളത്. റുപ്പിയുടെ ഡിപ്രീസിയേഷൻ മാത്രമാണ് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഗ്രോ ചെയ്യുമ്പോൾ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇമ്പോർട്ടിലുണ്ടാകുന്ന ദോഷം പരിധി വരെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് റുപ്പി ഡിപ്രീസിയേഷനിൽ കാര്യമായിട്ടുള്ള പരിക്കൊന്നും ഇന്ത്യക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് ഇനി അടുത്ത ദിവസങ്ങളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കാം ഒരുപക്ഷെ കൂടുതലും മാർക്കറ്റിൽ കാണാൻ പോകുന്നത്. Q3 റിസൾട്ടുകൾ ഈ ആഴ്ച എൻഡോടുകൂടി വന്നു തുടങ്ങും. ആ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ്മെൻറ്റുകൾ അതുപോലെ തന്നെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ അനലിസ്റ്റുകളൊക്കെ കൊടുക്കുന്നത് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ്, റിന്യൂവബിൾ എനർജി, പവർ റിലേറ്റഡ്, പവർ എക്യുപ്മെൻറ്റുകൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്നോളജി റിലേറ്റഡ് സെക്ടറിലേക്കൊക്കെയാണ്. അതിൻ്റെ ഇമ്പാക്റ്റും സ്ലോലി നമ്മുടെ മാർക്കറ്റിലും ആ സ്റ്റോക്സ് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ Q3 റിസൾട്ടിനനുസരിച്ചുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസിനനുസരിച്ചുള്ള മൂവ്മെൻറ്റൊക്കെ നമുക്കും നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മുടെ ഡിഫൻസ് കമ്പനികൾ അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി 2028 വരെ ചൈനയിലൊന്നും ഷിപ്പ് ബിൽഡ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ റഷ്യ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഇന്ത്യനെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. 4 ഐസ് ബ്രേക്കർ ഷിപ്പുകൾ ഓർഡർ കിട്ടാൻ പോകുന്ന ഇന്ത്യയിലത്തെ 2 കമ്പനികൾക്ക് ആയിരിക്കാം. സ്വാൻ എനർജിയും കൊച്ചിൻ ഷിപ്പ് യാർഡിനായിരിക്കാം. 52 ഐസ് ബ്രേക്കർ ഷിപ്പുകൾ റഷ്യയ്ക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വരുമ്പോൾ നമ്മുടെ ഡിഫൻസ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും ഇതൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസൊക്കെ വാച്ച് ചെയ്ത് ലോങ് ടൈം വ്യൂ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് 2025 വോളാറ്റിലിറ്റി
വൊളാട്ടിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം, നല്ല വൊളാട്ടിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ട്രംപിൻ്റെ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ചൈനീസ് റിയാക്ഷനും മാർക്കറ്റിലൊക്കെ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചൈന മാർച്ചിന് മുമ്പ് അല്ലെങ്കിൽ മാർച്ചോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നുള്ള കാര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ നമുക്കൊരു ഒപ്റ്റിമിസം വെച്ച് പുലർത്താം. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റബിലിറ്റിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് എവരി റൈസിലൊക്കെ കുറേ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന കാര്യം നന്നായിരിക്കും. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് റൂട്ടുകളിൽ കൂടെ, SIPയിൽ കൂടെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ കൂടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് ഗോൾഡ് ETFയിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ വീക്കിലി പോഡ്കാസ്റ്റായിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക, ഒരു ലോങ് ടേം വ്യൂ വെച്ച് പുലർത്തുക. മാർക്കറ്റ് അപ്പ് മൂവിൽ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ നിന്നൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കാനായിട്ടും ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.